Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. മനോഹർ ജ്വല്ലറീസ്, ജുവൽ ഹൗസ്, ജുവൽ ജംഗ്ഷൻ, പയ്യന്നൂർ since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നെറ്റ്വർക്ക് ചാനലിന്റെ പുതുവത്സരാശംസകൾ. കാണാം പ്രധാന വാർത്തകൾ. ലോകം പുതുവർഷത്തിലേക്ക് മെഴി തുറന്നിരിക്കുന്നു. എങ്ങും പ്രത്യാശയുടെ തിളക്കം. എല്ലാവരും തേടുന്നത് നന്മയുടെ സുഗന്ധം. വിവിധ തൊഴിൽ മേഖലകളിലുള്ളവർ 2025 വരവേൽക്കാനൊരുങ്ങുന്നത് ഏറെ പ്രതീക്ഷയോടെ. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS ആഭിമുഖ്യത്തിൽ കേക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. തയ്യാറാക്കിയത് 15 കേക്കുകൾ. 7 പഞ്ചായത്തിൽ ഒരുക്കിയ കേക്ക് ഫെസ്റ്റ് ശ്രദ്ധേയമായി. ഫെസ്റ്റ് ഒരുക്കിയത് ജില്ലാ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന തൊഴിലാളികൾ താമസിക്കുന്ന കുളപ്പുറം ഉറന്നെടുത്തുചാലിലെ മെഗാ കൺസ്ട്രക്ഷൻസിന്റെ ലേബർ ക്യാമ്പിൽ മാലിന്യ പ്രശ്നം വീണ്ടും രൂക്ഷമാകുന്നു. മലിനജലം ഒഴുക്കിവിട്ടും മലിനജല ടാങ്കുകൾ കൃത്യമായി മൂടാതെയും നാടിനെയാകെ ദുരിതത്തിലാക്കി ലേബർ ക്യാമ്പ്. വാഗ്ദാനം മാത്രമായി ഒതുങ്ങി പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം. ഗാന്ധി സൈറ്റ് മ്യൂസിയം ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും 2ാം ഘട്ട പദ്ധതി ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ. വാർത്തകൾ വിശദമായി. ലോകം പുതുവർഷത്തിലേക്ക് മിഴി തുറന്നിരിക്കുന്നു. എങ്ങും പ്രത്യാശയുടെ തിളക്കം. എല്ലാവരും തേടുന്നത് നന്മയുടെ സുഗന്ധം. വിവിധ തൊഴിൽ മേഖലകളിലുള്ളവർ ഏറെ പ്രതീക്ഷയോടെയാണ് 2025 വരവേൽക്കാനൊരുങ്ങുന്നത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. 2025 വർഷം എല്ലാവർക്കും നല്ല ഒരു വർഷമായി തീരട്ടെ എന്ന് എൻ്റെ പേരിലും പ്രിയസിൻ്റെ പേരിലും ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും നമ്മളുടെ പുതുവത്സരാശംസകൾ. 2025 വരവേൽക്കാനിരിക്കുന്ന എല്ലാ നെറ്റ്വർക്ക് പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എല്ലാ പ്രേക്ഷകർക്കും ആഹ്ലാദകരവും സന്തോഷകരവുമായിട്ടുള്ള പുതുവർഷ ആശംസകൾ നേരുന്നു. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS ആഭിമുഖ്യത്തിൽ കേക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. 15 കേക്കുകളാണ് രുചിച്ചു നോക്കാനും വിൽപ്പനയ്ക്കുമായി മേളയിൽ തയ്യാറാക്കിയത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ കേക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നഗരസഭ ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ഫെസ്റ്റ് ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ M ഗൗരി, സുധാ രവീന്ദ്രൻ, ഇക്ബാൽ പോപ്പുലർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് MP ലീല, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, സൂപ്രണ്ട് A ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ സംരംഭകർ തയ്യാറാക്കി വിൽപ്പനയ്ക്കൊരുക്കിയ കേക്ക് ഫെസ്റ്റിൽ ക്രീം കേക്കുകൾ, കുംസ് തുടങ്ങി 15 കേക്കുകളാണ് രുചിച്ചു നോക്കാനും വിൽപ്പനയ്ക്കും മേളയിൽ അവസരമൊരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുറിക്കുന്നത് തുറന്നു വെച്ചോ. നീ 7 പേപ്പറാ
ഏഴോം പഞ്ചായത്തിൽ ഒരുക്കിയ കേക്ക് ഫെസ്റ്റ് ശ്രദ്ധേയമായി. ജില്ലാ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെയാണ് ഏഴോം പഞ്ചായത്ത് കുടുംബശ്രീ CDS കേക്ക് ഫെസ്റ്റ് ഒരുക്കിയത്. രുചി വൈവിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമായിരുന്നു കേക്ക് ഫെസ്റ്റ്. ജില്ലാ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ കേക്ക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോം മെയ്ഡ് കേക്കുകളാണ് ഫെസ്റ്റിലുണ്ടായിരുന്നത്. നിരവധി സംരംഭകരാണ് ഫെസ്റ്റിന്റെ ഭാഗമായത്. ഇത്തരം കേക്ക് ഫെസ്റ്റുകൾ ഏറെ ഉപകാരപ്രദമാണെന്ന് സംരംഭകരും പറയുന്നു. ഏഴോം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KN ഗീത അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ MK ലത, KP അനിൽകുമാർ, M ചന്ദ്രശേഖരൻ, PK വിശ്വനാഥൻ, K രാജൻ, P സുലോചന തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന തൊഴിലാളികൾ താമസിക്കുന്ന കുളപ്പുറം ഉറന്നെടുത്തുചാലിലെ മെഗാ കൺസ്ട്രക്ഷൻസിന്റെ ലേബർ ക്യാമ്പിൽ വീണ്ടും മാലിന്യ പ്രശ്നം രൂക്ഷമാകുന്നു. മലിനജലം ഒഴുക്കിവിട്ടും മലിനജല ടാങ്കുകൾ കൃത്യമായി മൂടാതെയും നാടിനെയാകെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ലേബർ ക്യാമ്പ്. നാടിന്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ കുളപ്പുറം ഗ്രാമം അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണ്. നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പാണ് നാടിന്റെ ശാപമായി മാറിയിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന് നടപടിയില്ലാത്തതാണ് ദുരിതമാകുന്നത്. മലിനജല ടാങ്ക് തുറന്ന നിലയിലാണ്. ഇതിൽ നിന്നുള്ള ദുർഗന്ധം അസഹ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ ടാങ്കിന് മേലെ സ്ലാബ് വാർത്തിടുകയോ മറ്റോ ചെയ്യാതെ തുറസായി മലിനജലം കെട്ടിക്കിടന്നുകൊണ്ട് ഈ പ്രദേശം വ്യാപകമായി കൊതുക് പടർന്നു പിടിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ മലമ്പനി അതുപോലെയുള്ള പല രോഗങ്ങളും വീണ്ടും നമ്മുടെ പ്രദേശത്ത് വളർന്നുകൂടാൻ സാധ്യതയുണ്ട് എന്നതാണ് പ്രശ്നം. കൊതുക് വളർത്തു കേന്ദ്രങ്ങളായി ടാങ്കുകൾ മാറുകയാണ്. കൊതുക് ശല്യം മൂലം വീടുകളിൽ താമസിക്കാൻ സാധിക്കാത്ത നിലയിലാണ്. പകർച്ചവ്യാധി ഭീഷണിയിൽ കഴിയുകയാണ് ജനങ്ങൾ. ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടെത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വാഗ്ദാനം മാത്രമായി ഒതുങ്ങി പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം. ഗാന്ധി സൈറ്റ് മ്യൂസിയം ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും രണ്ടാം ഘട്ട പദ്ധതി ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ. രണ്ടാം പറുതോളി എന്നാണ് പയ്യന്നൂരിന് വെളിപ്പേര്. ഉപ്പു സത്യാഗ്രഹമടക്കം സ്വാതന്ത്ര്യസമരത്തിൽ നിർണായക പങ്കുവഹിച്ച പയ്യന്നൂരിന് ഈ ഗാന്ധി സ്മൃതി മ്യൂസിയം വലിയ പ്രൗഢി തന്നെയായിരുന്നു. എന്നാൽ അതിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനം ഇതുവരെയും എവിടെയും ആരംഭിച്ചിട്ട് പോലുമില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിച്ചതും പൂർത്തിയാക്കിയതുമാണ് മ്യൂസിയം. 1910 ഇന്തോ യൂറോപ്യൻ മാതൃകയിൽ നിർമ്മിച്ച പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടമാണ് ഒന്നാം ഘട്ടമായി 2.44 കോടി രൂപ ചെലവിട്ട് ഗാന്ധി സ്മൃതി മ്യൂസിയമാക്കി മാറ്റിയത്. കേരള പുരാവസ്തു വകുപ്പിന്റെ പദ്ധതി ഫണ്ടിൽ നിന്നുമാണ് തുക വിനിയോഗിച്ചതും. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ രൂപവൽക്കരണം, വളർച്ച, ഉപ്പു സത്യാഗ്രഹം, ഗാന്ധിജിയുടെ പയ്യന്നൂർ സന്ദർശനം, ഐത്തോച്ചാടനം, മലബാറിലെ കർഷക പോരാട്ടങ്ങളായ കരിവെള്ളൂർ, മുനിയംകുന്ന്, കോറോം സമരങ്ങളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ, പഴയകാല കാർഷിക ഉപകരണങ്ങൾ എന്നിങ്ങനെ സ്വാതന്ത്ര്യ സമര ഓർമ്മകളാണ് മ്യൂസിയത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ആധുനിക ദൃശ്യശ്രാവ്യ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഇവ കണ്ടറിയുവാനും കേട്ടറിയുവാനുമുള്ള സംവിധാനവും മ്യൂസിയത്തിൽ ഒരുക്കിയിരുന്നു. ഗാന്ധി സ്മൃതി മ്യൂസിയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിൽ ഗാന്ധി സൈറ്റ് മ്യൂസിയം ഒരുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. കേരള ഗാന്ധി K. കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ ഉളിയത്ത് കടവ്, പയ്യന്നൂർ ഖാദി കേന്ദ്രം, മഹാത്മാഗാന്ധി സന്ദർശിച്ച ശ്രീനാരായണ വിദ്യാലയം, സ്വാതന്ത്ര്യ സമരകാലത്ത് പോലീസ് ലാത്തിചാർജ് നടന്ന അന്നൂർ വെള്ളാരങ്ങര ക്ഷേത്രം, വളണ്ടിയർ മാർച്ച് ആരംഭിച്ച കസ്തൂർബ മന്ദിരം, AKGക്ക് മർദ്ദനമേറ്റ കണ്ടോത്ത് എന്നിവയെല്ലാം ഉൾപ്പെടുത്തുവാനായിരുന്നു തീരുമാനം.
നിലവിലെ മ്യൂസിയം കേന്ദ്രീകരിച്ച് ഈ ചരിത്ര കേന്ദ്രങ്ങളിലേക്കെല്ലാം ടൂറിസ്റ്റുകൾക്ക് സന്ദർശിക്കാൻ വാഹന സൗകര്യം ഒരുക്കുവാനും തീരുമാനിച്ചിരുന്നു. ഇതിനോടൊപ്പം തന്നെ കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമം ഉൾപ്പെടെ മറ്റ് സമീപ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പ്രയോജനപ്പെടുത്തുവാനും രണ്ടാം ഘട്ട പ്രവൃത്തിയിൽ തീരുമാനമായതാണ്. രണ്ടാം ഘട്ട പ്രവൃത്തിയിൽ ഗാന്ധി സൈറ്റ് മ്യൂസിയം എന്നായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. ഗാന്ധി സന്ദർശിച്ച ഇടങ്ങൾ, സ്വാതന്ത്ര്യസമരത്തിൽ നിർണായകമായ പയ്യന്നൂരിലെ ഇടങ്ങൾ, ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഇവിടെയൊക്കെ സന്ദർശകർക്ക് സന്ദർശിക്കാനായി ഒരു വാഹന സൗകര്യമടക്കം ഏർപ്പെടുത്തുമെന്നായിരുന്നു പ്രഖ്യാപനമുണ്ടായിരുന്നത്. എന്നാൽ അത് ഇതുവരെയും എവിടെയും എത്തിയില്ല എന്നത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള സ്വർണ്ണക്കപ്പ് യാത്രയ്ക്ക് കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള സ്വർണ്ണക്കപ്പ് യാത്രയ്ക്ക് കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. വാർഡ് കൌൺസിലർ PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്വീകരണത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിദ്യാഭ്യാസ ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലയിൽ, കാസർഗോഡ് DD മധുസൂദനൻ TV, കണ്ണൂർ DD ബാബു മഹേശ്വരി പ്രസാദ്, കണ്ണൂർ DO നിർമ്മല KP, പയ്യന്നൂർ AEO TV ജ്യോതി ബസു, ഡോക്ടർ ശ്രീലത, P മിനി, K രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് വെച്ചാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം സംഘടിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ശിവ കുളപ്പുറത്തിന്റെ ചെറുകഥാ സമാഹാരമായ ചിറകറ്റു വീഴുന്ന പൂമ്പാറ്റകൾ കുളപ്പുറം ഭഗത് സിംഗ് സാംസ്കാരിക വേദി വായനശാലയിൽ നടന്ന ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ TP വേണുഗോപാലൻ മാസ്റ്റർ KCCPL ചെയർമാൻ TV രാജേഷിന് നൽകി പ്രകാശനം നിർവഹിച്ചു. പുസ്തകം അതിൻ്റെ ഓരോ കഥകളെക്കുറിച്ചും ഇഴപിരിച്ച് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഡോക്ടർ ജിനേഷ് കുമാർ എരമം പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാനുണ്ട്. ശിവ കുളപ്പുറം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. ഇത് രണ്ടും ഒരുപോലെ കൊണ്ടു നടക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ് ശിവ കുളപ്പുറം. അദ്ദേഹം ഒരു ഇടതു രാഷ്ട്രീയ ചിന്താഗതി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. 100 ദിവസം 100 ചെറുകഥകൾ ചലഞ്ചിന്റെ ഭാഗമായി എഴുതി പൂർത്തീകരിച്ചതിൽ ആദ്യത്തെ 25 കഥകളാണ് സമാഹാരത്തിലുള്ളത്. പ്രശസ്ത സാഹിത്യകാരൻ TP വേണുഗോപാലൻ മാസ്റ്റർ KCCPL ചെയർമാൻ TV രാജേഷിന് നൽകി പ്രകാശനം നിർവഹിച്ചു. CPIM മാടായി ഏരിയ സെക്രട്ടറി V വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജിനേഷ് കുമാർ എരമം പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ ജയശീലൻ PR മുഖ്യാതിഥിയായി. K ശിവകുമാർ, A മാധവൻ, TV ഉണ്ണികൃഷ്ണൻ, K പ്രമോദ്, VV ചന്ദ്രശേഖരൻ, M ശ്രീധരൻ, ഹരിദാസ് പാലയാട്, അക്ഷയ് കുമാർ, അഖിൽ ഗോവിന്ദ്, ശിവാകുളപ്പുറം, ഷൈമ രതീഷ്, രജീഷ് PP തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൂവി അഡ്മിറേഴ്സ് അസോസിയേഷന്റെ 2024 വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മികച്ച ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകനുള്ള പുരസ്കാരം തൃക്കരിപ്പൂർ ഉദിനൂരിലെ AG കമറുദ്ദീൻ ഏറ്റുവാങ്ങി. മൂവി അഡ്മിറേഴ്സ് അസോസിയേഷന്റെ 2024 അവാർഡ് വിതരണം കൊച്ചി ക്യൂൻസ്വേ പാർക്കിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. സിനിമാ മേഖലയിൽ 2.5 പതിറ്റാണ്ടായി ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായി പ്രവർത്തിച്ചു വരുന്ന അസ്ലം പുല്ലേപ്പടി, സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളായി ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിവരുന്ന പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ സ്വദേശി AG കമറുദ്ദീൻ, ഒറ്റക്കണ്ണി മിനി സിനിമയുടെ സംവിധായകൻ കാസർഗോഡ് സ്വദേശി റമീസ് കമാൽ എന്നിവരാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. യുവസിനിമാ നടൻ പ്രണവ് പ്രശാന്ത് കൊച്ചി ക്യൂൻസ്വേ പാർക്കിൽ നടന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു. സുനിൽകുമാർ പച്ചാളം, നവാസ് അമീർ, K ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു. AG കമറുദ്ദീൻ, റമീസ് കമാൽ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് ലവ് ഫോർ കൊച്ചി ട്രൂപ്പിന്റെ ട്രാക്ക് ഗാനമേളയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൺവെൻഷൻ കാങ്കോലിൽ നടന്നു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MTP നൂറുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൺവെൻഷൻ കാങ്കോലിൽ നടന്നു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MTP നൂറുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അദ്ദേഹത്തോട് വാക്കുകൾക്ക് അതീതമായ ഒരു കടപ്പാടുണ്ട്. സ്ഥാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ ആ പ്രവർത്തനങ്ങളെല്ലാം മികച്ച രീതിയിൽ നടത്തിത്തന്ന UV ശശി, അദ്ദേഹം ലോക്കൽ സെക്രട്ടറി കൂടിയായിരുന്നു. ആ പാലിച്ച ഉത്തരവാദിത്തത്തിന്റെ ഇടയിലും ഇതിന് സമയം കണ്ടെത്തി
ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഇടയിൽ ആണ് ലോക്കൽ സെക്രട്ടറി, നമ്മുടെ ഓണററി സെക്രട്ടറി ഈ രണ്ട് ചുമതലകൾ വഹിക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന് രോഗം വരികയും ഏറെക്കുറെ കിടപ്പിലാകുന്നൊരവസ്ഥ ഉണ്ടാവുകയും ആ സന്ദർഭത്തിൽ ആണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. സെക്രട്ടറി ജിതിൻ കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ കരുണാകരൻ മാസ്റ്റർ, PS സോമൻ, PV ഗോപി, P രാമകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സന്ദേശ പ്ലക്കാർഡ് കൈമാറി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ഓണക്കുന്ന് പെരളം ദേശീയപാത ജംഗ്ഷനിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് T ഗോപാലൻ നിർവഹിച്ചു. കേരളത്തിൽ വലിയൊരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി പോവുകയാണ്. അത് ഈ രാജ്യം കേൾക്കാൻ കാതോർത്ത് നിൽക്കുകയാണ്. ചടങ്ങിൽ PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. C ബാലകൃഷ്ണൻ, A ഷീജ, P ഹരികുമാർ, രമേശൻ, പ്രഭാവതി, T തമ്പാൻ തുടങ്ങിയ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സന്ദേശ പ്ലക്കാർഡ് കൈമാറി. മാലിന്യമുക്ത നവകേരളം എന്ന സന്ദേശമുയർത്തിയാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ഘോഷയാത്ര നഗരം ചുറ്റി പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വീണ്ടും ഒരു പുതുവർഷം വന്നെത്തി. പുതുവത്സരാഘോഷത്തിന് പൊലിമ കൂട്ടാൻ കോത്തായിമുക്ക് MRS ലൈവ് ബേക്ക് ഫാക്ടറിയും ഒരുങ്ങിക്കഴിഞ്ഞു. രുചികരമായ കേക്കുകളുടെ വൈവിധ്യം തന്നെയാണ് MRSന്റെ പ്രത്യേകത. രുചിവൈവിധ്യങ്ങൾ തീർത്ത് പല പല പേരുകളിൽ കേക്കുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പല വലുപ്പത്തിലും ആകൃതിയിലുമുള്ള രുചികരമായ കേക്കുകൾ ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ നിന്നും തയ്യാറാക്കി നൽകുന്നു. റിച്ച് പ്ലം, മാർബിൾ കേക്ക്, ടീ കേക്ക്, വൈൻ കേക്ക്, ഡേറ്റ്സ്, കാരറ്റ് എന്നിവ കൊണ്ടുണ്ടാക്കിയ കേക്കുകൾ തുടങ്ങിയവയ്ക്കാണ് ആവശ്യക്കാർ ഏറെ. വെൽവെറ്റ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തുടങ്ങിയവയ്ക്കും ആവശ്യക്കാരുണ്ട്. പുതുവത്സര ആഘോഷങ്ങൾക്ക് മാത്രമല്ല മറ്റ് ആഘോഷങ്ങൾക്കെല്ലാം വിവിധ കേക്കുകളായ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, പ്ലം, കാരറ്റ് കേക്ക്, ഐസ്ക്രീം കേക്ക്, ചോക്കോലാവ, റെഡ് വെൽവെറ്റ് തുടങ്ങി വൈവിധ്യങ്ങളോടെയും പുതുമകളോടെയും പുതുവത്സരം മധുരതരമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പയ്യന്നൂർ കണ്ടോത്ത് കോത്തായിമുക്കിലെ MRS ലൈവ് ബേക്ക് ഫാക്ടറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ മുദ്ര ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണവും നിർമാല്യം സിനിമാ പ്രദർശനവും സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. പിലാത്തറ മുദ്ര ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണവും നിർമാല്യം സിനിമാ പ്രദർശനവും സംഘടിപ്പിച്ചു. AV പവിത്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബാബു കാമ്പ്രത്ത് അധ്യക്ഷത വഹിച്ചു. P പ്രേമചന്ദ്രൻ, VV രവി, സന്തോഷ് മണ്ടൂർ, മോഹനൻ ET തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററുകളുടെ സംസ്ഥാന കലോത്സവത്തിൽ പയ്യന്നൂർ ടീച്ചേഴ്സ് അക്കാദമി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ 1ാം സ്ഥാനം നേടി. ഓവറോൾ ചാമ്പ്യന്മാരായ ടീച്ചേഴ്സ് അക്കാദമിയിലെ അധ്യാപക വിദ്യാർത്ഥികൾ പയ്യന്നൂർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററുകളുടെ സംസ്ഥാന കലോത്സവം ഡിസംബർ 26-27 തീയതികളിൽ കോഴിക്കോട് നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന സംസ്ഥാന കലോത്സവത്തിൽ 70ഓളം സെന്ററുകളോട് മത്സരിച്ച് 385 പോയിന്റുകൾ നേടി ടീച്ചേഴ്സ് അക്കാദമി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ പയ്യന്നൂർ 1ാം സ്ഥാനം നേടി.
ഓവറോൾ ചാമ്പ്യന്മാരായ ടീച്ചേഴ്സ് അക്കാദമിയിലെ അധ്യാപക വിദ്യാർത്ഥികൾ പയ്യന്നൂർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തുടർന്ന് അക്കാദമി ഹാളിൽ നടന്ന യോഗത്തിൽ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളെയും മത്സരീനങ്ങൾ പഠിപ്പിച്ച അധ്യാപകരെയും അനുമോദിച്ചു. പ്രിൻസിപ്പൽ AV ലത, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ TP ധനേഷ്, അധ്യാപികമാരായ സബിത EPV, വീണ MV, മഞ്ജുഷ P, സ്നേഹ M, മഞ്ജുഷ K എന്നിവർ സംസാരിച്ചു. തുടർച്ചയായി 4 വർഷക്കാലമായി ടീച്ചേഴ്സ് അക്കാദമി ഓവറോൾ ചാമ്പ്യന്മാരാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹരിത വിദ്യാലയ പ്രഖ്യാപനം നടത്തി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഹരിത വിദ്യാലയ പ്രഖ്യാപനം നിർവഹിച്ചു. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹരിത വിദ്യാലയ പ്രഖ്യാപനം നടത്തി. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഹരിത വിദ്യാലയ പ്രഖ്യാപനം നിർവഹിച്ചു. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് നല്ല വായു വേണം, നല്ല വെള്ളം വേണം, നല്ല ഭക്ഷണം വേണം, നല്ല പ്രകൃതി നമുക്കുണ്ടാവണം. അങ്ങനെ നമുക്കുണ്ടായാൽ മാത്രമേ ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി കഴിയും. ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? വാർഡ് മെമ്പർ KV ബിന്ദു കുട്ടികൾക്ക് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബുജാക്ഷൻ PP, ഹെഡ്മാസ്റ്റർ സുനിൽകുമാർ M, VV രാജേഷ്, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ N രാജേഷ്, ദിയ രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം റെഡ് സ്റ്റാർ കോവലിന്റെ 38ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. M വിജിൻ MLA ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം റെഡ് സ്റ്റാർ കോവലിന്റെ 38ാം വാർഷികാഘോഷ പരിപാടികൾ M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. മനോഹരമായ ഒരു പ്രവർത്തനത്തിന്റെ നിമിഷത്തിലേക്കാണ് നാം കടക്കാൻ വേണ്ടി പോകുന്നത്. ആകാംക്ഷയിലാണ് നാം എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. മറത്തുകളി കഴിഞ്ഞു, ഇനി വനിതാ പൂരക്കളിയുടെ അരങ്ങേറ്റം. ആ ടീം ഉൾപ്പെടെ ഇങ്ങനെ തയ്യാറായി നിൽക്കുക. എൻ്റെ വർത്തമാനം എപ്പോൾ അവസാനിക്കുന്നുവോ അപ്പോൾ അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. ഏതായാലും നമ്മുടെ നാടിൻ്റെ, ചെറുതാഴത്തിൻ്റെ, നമ്മുടെ പ്രദേശത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റെഡ് സ്റ്റാർ സാംസ്കാരിക സ്ഥാപനം എന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഓരോ വർഷം കഴിയുന്നോറും കരുത്തോടെ നിറവേറ്റുകയാണ്. തുടർന്ന് മറത്തുകളിയും റെഡ് സ്റ്റാർ വനിതാവേദിയുടെ കേരള നവോത്ഥാന പൂരക്കളി അരങ്ങേറ്റവും നടന്നു. ഡോക്ടർ KH സുബ്രഹ്മണ്യൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ P രാജേഷ് പണിക്കർ അണ്ടോൾ, കൊടക്കാട് ജനാർദ്ദനൻ പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ കുമാരനാശാന്റെ കാവ്യം ചിന്താവിഷ്ടിയായ സീത വിഷയമാക്കി മറത്തുകളി അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് പൂരക്കളി പരിശീലിപ്പിച്ച KKR വെങ്ങര, സുരേഷ് പരവന്തട്ട എന്നിവരെയും ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, നെറ്റ്വർക്ക് ചാനൽ ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പ എന്നിവരെയും M വിജിൻ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, IV ശിവരാമൻ, CM വേണുഗോപാലൻ, V രമേശൻ, കൃഷ്ണൻ നടുവലത്ത്, A നിഷാന്ത്, MB ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വനിതാ പൂരക്കളി അരങ്ങേറ്റവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാത്തിൽ പ്രസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും സ്നേഹസംഗമവും നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ പ്രസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും സ്നേഹസംഗമവും നടത്തി. ദേശാഭിമാനി പെരിങ്ങോം ലേഖക സ്ഥാനം ഒഴിഞ്ഞു പോകുന്ന T അഭിനന്ദനുള്ള യാത്രയയപ്പാണ് സംഘടിപ്പിച്ചത്. മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് KV പവിത്രൻ അധ്യക്ഷത വഹിച്ചു. KV ശൈലജ, PK രാഘവൻ നായർ, മനോജ് കാർത്തിക, പെരിങ്ങോം ഹാരിസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ജോളി സ്പോർട്സ് ക്ലബ് കാനായി സംഘടിപ്പിക്കുന്ന PV ഹരിദാസ് CH എറമുള്ളാൻ സ്മാരക ഉത്തര കേരള വോളി 2025 ജനുവരി 1 മുതൽ 5 വരെ നടക്കും. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാനായി ജോളി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന PV ഹരിദാസ് CH എറമുള്ളാൻ സ്മാരക ഉത്തര കേരള വോളി ടൂർണമെന്റ് 2025 ജനുവരി 1 മുതൽ 5 വരെ ജോളി ഫ്ലഡ് സ്റ്റേഡിയത്തിൽ നടക്കും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ അധ്യക്ഷതയിൽ MLA TI മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിക്കും. T ബാലചന്ദ്രൻ സ്വാഗതം ആശംസിക്കും.
അന്തർദേശീയ വോളിബോൾ താരം PJ ജോമോൾ വിശിഷ്ടാതിഥിയാകും. ആദ്യ മത്സരത്തിൽ ജോളി കാനായി റിവർ സ്റ്റാർ പറവൂരിനെ നേരിടും. രണ്ടാം മത്സരം യങ് സ്റ്റാർ മാതമംഗലവും ടാസ്ക് മക്രേരിയും തമ്മിൽ നടക്കും. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KV ലളിത, T ബാലചന്ദ്രൻ, KV ശശിധരൻ, NV രാജൻ, TV ജനാർദ്ദനൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അടുത്തില EMS സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. MK സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. വോളിബോൾ രംഗത്ത് അടുത്തിലയുടെ അഭിമാനമായ കണ്ണൂർ ജില്ലാ വോളിബോൾ റഫറീസ് ബോർഡ് കൺവീനർ MV സുരേഷ് ബാബുവിന് സ്വീകരണം നൽകി. വർഷങ്ങളായി ഈ രംഗത്ത് സജീവ സാന്നിധ്യമാണ് MV സുരേഷ് ബാബു. വുഷു അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച 33ാമത് കേരള സംസ്ഥാന സീനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനവും ബ്രോൺസ് മെഡലും നേടിയ S സുബിന്ദിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. MK സുകുമാരൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഇതിനെ പരിപോഷിപ്പിക്കാനും ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്ന രീതിയിലേക്ക് ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ സുബിന്ദിനെ പോലെയുള്ള ആളുകൾ തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ കരാട്ടെ കാര്യത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സുബിന്ദിന് ഭാവിയുണ്ട്. സുബിന്ദിൻ്റെ ഭാവി ഭാസുരമാവട്ടെ എന്ന് ആശംസിക്കുകയും ഈ സമ്മാനം, ഈ പുരസ്കാരം, NV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MV ശ്രീധരൻ, CM മുരളീധരൻ, PK മധുസൂദനൻ, PV പ്രമോദ്, M ബാബു, CH നളിനി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1982 SSLC ബാച്ച് സംഗമം സംഘടിപ്പിച്ചു. പ്രശസ്ത നാടൻ പാട്ട് കലാകാരൻ സുഭാഷ് അറുകര സംഗമം ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1982 SSLC ബാച്ച് സംഗമവും അനുമോദനവും സംഘടിപ്പിച്ചു. കാങ്കോൽ അൽബും ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും നാടൻപാട്ട് കലാകാരനുമായ സുഭാഷ് അറുകര ഉദ്ഘാടനം ചെയ്തു. ഉള്ള ആളുകൾ വെച്ച് സജീവമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എന്തുകൊണ്ടും സന്തോഷം പറയുന്ന കാര്യമാണ്. നേരത്തെ ഒരു ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ ഈ കാലം ആരെ എപ്പോൾ പോകുന്നു പറയാൻ കഴിയും. ഞാൻ മിനിയാന്ന് തലേന്ന പരിപാടി ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പഞ്ചായത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഫോണെടുത്ത് അടുത്ത് പാട്ട് പാടാൻ തുടങ്ങി നോക്കുമ്പോൾ തലേന്ന് എന്നെ വിളിച്ച ഒരു കൂട്ടുകാരൻ്റെ ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് നോക്കി ഗ്രൂപ്പിനകത്ത് കാണുന്ന കുറേയാണ് ആദരാഞ്ജലി. പെട്ടെന്ന് വല്ലാത്ത ഷോക്കായി പോയി. കാരണം തലേന്ന് എന്നെ വിളിച്ച് ഒരു പരിപാടി ജനുവരി 11 പരിപാടിയൊക്കെ ബുക്ക് ചെയ്ത് ഈ കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക മേഖലയിൽ ഏറ്റവും നന്നായി ഇടപെടാൻ കഴിയുന്ന ഒരു ഞങ്ങളുടെയൊക്കെ പ്രായമുള്ള ഒരു കൂട്ടുകാരൻ, സഹപ്രവർത്തകൻ ഹൃദയാഘാതം മൂലം മരിച്ച വാർത്ത ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രശാന്ത് എന്നാണ് അദ്ദേഹത്തിന് പേര്. ഞങ്ങളുടെ നാടൻ പാട്ട് മാത്രമല്ല പൂരക്കളിയിലൊക്കെ അതിഗംഭീരമായി പാട്ടുകൾ പാടുകയും നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ചടങ്ങിൽ P അനിത അധ്യക്ഷത വഹിച്ചു. നിർധനരായ ഒരു കുടുംബത്തിന് 4 സെന്റ് സ്ഥലവും വീടും സൗജന്യമായി നൽകിയ താഴേക്കുറുന്തിലെ P സുശീല ടീച്ചറെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. PV ഗോപി, സതീശൻ ചേടമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകം പുതുവർഷത്തിലേക്ക് മെഴുതുറന്നിരിക്കുന്നു. എങ്ങും പ്രത്യാശയുടെ തിളക്കം. എല്ലാവരും തേടുന്നത് നന്മയുടെ സുഗന്ധം. വിവിധ തൊഴിൽ മേഖലകളിലുള്ളവർ 2025 വരവേൽക്കാനൊരുങ്ങുന്നത് ഏറെ പ്രതീക്ഷയോടെ. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS ആഭിമുഖ്യത്തിൽ കേക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. തയ്യാറാക്കിയത് 15 കേക്കുകൾ. ഏഴോം പഞ്ചായത്തിൽ ഒരുക്കിയ കേക്ക് ഫെസ്റ്റ് ശ്രദ്ധേയമായി. ഫെസ്റ്റ് ഒരുക്കിയത് ജില്ലാ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന തൊഴിലാളികൾ താമസിക്കുന്ന കുളപ്പുറം ഉറന്നെടുത്തുചാലിലെ മെഗാ കൺസ്ട്രക്ഷൻസിന്റെ ലേബർ ക്യാമ്പിൽ മാലിന്യ പ്രശ്നം വീണ്ടും രൂക്ഷമാകുന്നു. മലിനജലം ഒഴുക്കിവിട്ടും മലിനജല ടാങ്കുകൾ കൃത്യമായി മൂടാതെയും നാടിനെയാകെ ദുരിതത്തിലാക്കി ലേബർ ക്യാമ്പ്. വാഗ്ദാനം മാത്രമായി ഒതുങ്ങി പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം. ഗാന്ധി സൈറ്റ് മ്യൂസിയം ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും 2ാം ഘട്ട പദ്ധതി ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ.
എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നെറ്റ്വർക്ക് ചാനലിന്റെ പുതുവത്സരാശംസകൾ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.